ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോയ്ക്ക് മുന്നേ ആയിട്ട് ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ട് 1 ആയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുർത്തി സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്, ഫുള്ളായിട്ട് ബ്ലാക്ക് ജോർജറ്റ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാനങ്ങനെ ജോർജറ്റിൻ്റെ അധികം യൂസ് ചെയ്യാറില്ല, കൂടുതലും കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇത്തവണ എന്തോ യൂസ് ചെയ്ത് പിന്നെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ മാത്രമാണ് ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെറിയ രീതിയിൽ ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അജറക്കിൻ്റെ ഒരു ചെറിയൊരു മെറ്റീരിയൽ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ ഈ ഒരു കളറല്ല ശരിക്കും നോക്കിയത്, ഒരു കുറച്ചും കൂടെ ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് കളർ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് വെച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തതാണ് ഞാനിത്. കാരണം കരുനാഗപ്പള്ളി പോയ സമയത്ത് വാങ്ങിയത് കൊണ്ട് അത് തന്നെ വാങ്ങിയത്. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റിലും കിട്ടും, കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് അവിടെയാണ് എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പം വാങ്ങിയതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ സൈഡിൽ ചെറിയ രീതിയിലൊരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു ടോപ്പിന് ചെയ്ത അതേ സെയിം ലേസ് തന്നെ. ഇതാകുമ്പോൾ ഒരുപാട് ഹെവി അല്ല, എനിക്കങ്ങനെ ഹെവി ആയിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് ചെയ്തതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒരു ബീഡ്സ് വർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാമെന്നറിയില്ല. പിന്നെ ഈ ഒരു ലേസ് വർക്കും, പിന്നെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ ചെയ്തിട്ടുണ്ട് ഇത്തവണ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഡിസൈനാണ്, അപ്പോൾ അത് കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയുടെ എൻഡിലും ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ ഈ ഒരു സൈഡ് ഇത്രയും മാത്രമാണ്, ഇത്രയും വീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഇത്രയും മാത്രമേ ഉള്ളൂ. അതല്ല, രണ്ട് സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് വിട്ട് കൂടുതലുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മടക്കി ഈ സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് വീതി നമുക്ക് ആവശ്യമില്ല ദുപ്പട്ടയ്ക്ക്. അപ്പോൾ അധികം ആൾക്കാരങ്ങനെ ദുപ്പട്ട യൂസ് ചെയ്യാറില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. തന്നെ ഇത്രയും ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വിയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പാണ്, ഇങ്ങനെ നല്ല രസമാണ് ഇതിങ്ങനെ ഒഴുകി കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് വിയർ ചെയ്തിട്ടൊന്ന് നോക്കാം.